ടീച്ചർ പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ ആ അവസാനത്തെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ നമ്മുടെ കുട്ടികൾ വന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കുറവുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ എക്സാം എഴുതുമ്പോഴായിക്കോട്ടെ, ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് അവരുടെ ഈ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് ചിലപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇല്ലെങ്കിൽ രാവിലെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരിക്കാം, ഇപ്പോൾ ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കേണ്ട കുട്ടിയായിരിക്കാം, ഇത്ര മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കേണ്ട കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വൃത്തിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. ഇപ്പോൾ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്, വീട്ടിലൊരു വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 to 10 ഒരു 4 മണിക്കൂർ ഇന്നിപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇടയിലൊക്കെ നമ്മൾ വല്ലപ്പോഴും 5 മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുക്കുമല്ലോ, അപ്പോൾ എപ്പം നമ്മൾ ബ്രേക്ക് എടുക്കണം, അതേപോലെ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എത്ര സമയം ഈ ഹോംവർക്ക് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ എത്ര സമയം വേണം, ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ കൃത്യമായിട്ട് ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ഒരു ടാസ്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലിപ്പോൾ ഒരു സ്കൂളിൽ ഒരു ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 സബ്ജക്റ്റിൽ ഒരു 4 സബ്ജക്റ്റിലെങ്കിലും നമുക്ക് ഹോംവർക്ക് ഉണ്ടാവും. ട്യൂഷൻ ഉണ്ടെങ്കിൽ ആ ട്യൂഷനുള്ള ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഹോംവർക്ക്സ് എല്ലാം കൂടി നമുക്ക് തരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, ലിസ്റ്റ് ഉണ്ടാക്കുക. ഫസ്റ്റ് ഏത് ഹോംവർക്ക് ചെയ്യണം, നിർബന്ധമായിട്ടുള്ള, അതായത് അർജൻ്റ് ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് രണ്ടും നോക്കുക. അർജൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അർജൻ്റ് ആണ് പക്ഷേ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ അങ്ങനെ അതേപോലെ വലിയ അർജൻ്റ് ഇല്ല, അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഓരോ ടാസ്ക്കും, നമുക്ക് ചെയ്യാനുള്ള ഓരോ ടാസ്ക്കും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു നാളെ എക്സാം ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇന്നൊരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിച്ച ഫസ്റ്റത്തെ ഒരു അരമണിക്കൂർ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും, അത് കഴിഞ്ഞ് നമ്മൾ മറന്നുപോകും. എല്ലാ ഇൻഫർമേഷൻസും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ ബ്രെയിന് പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 25 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ബോഡി പാർട്സ് ഒക്കെ ഒന്ന് മൂവ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഒന്ന് കൂട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും വന്ന് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു റീഫ്രഷ് ആയിട്ട് വന്ന് പഠിക്കുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് തലയിൽ കയറും. അപ്പോൾ ആ രീതിയിൽ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ, ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് വേണം പഠിക്കാൻ. അതുപോലെ പഠിക്കുന്ന സമയത്ത് ആക്റ്റീവ് റീകോളും സ്പേസ്ഡ് റെപ്പറ്റീഷനും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ആക്റ്റീവ് റീകോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫ്ലാഷ് കാർഡിൽ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി വെക്കാം, ഇല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് മെയിൻ പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ചെറിയ ക്വിസസ്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതി വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആൻസർ എഴുതാണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമ്മളത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടാക്കി എഴുതാം. അതുപോലെ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്തെടുക്കാൻ, വീണ്ടും ഓർത്തെടുക്കാൻ ഓരോരോ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഓർത്തെടുക്കുക. അതുപോലെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ നമ്മൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പഠിച്ച ഇൻഫർമേഷൻസ് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്പേസ്ഡ് റെപ്പറ്റീഷൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പം ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഞാനത് ചെറുതായിട്ട് മറന്നു തുടങ്ങും. അപ്പം നമ്മൾ വീണ്ടും അത് പഠിക്കുക. ഇന്നിപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് പഠിച്ച കാര്യമാണെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല ചിലപ്പോൾ അത് ഒന്നുകൂടി ഓർത്ത് പഠിച്ചെടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 4 ദിവസം വീണ്ടും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി എടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു 3 മിനിറ്റിൽ നമുക്കത് പഠിക്കാൻ പറ്റും. അതേപോലെ ഓരോ സമയത്തിൻ്റെ ഗ്യാപ്പ് കൂട്ടി 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 വന്നിട്ട് നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ നമുക്ക് ആ പഠിച്ച കാര്യം മറക്കാണ്ടാവുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കുറേ ഹോംവർക്ക്സ് ഉണ്ട്, ഇപ്പോൾ ഒരു 5 ഹോംവർക്ക്സ് ഉണ്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നാളെ ഒരു എക്സാമും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ എക്സാമിൻ്റെ ബുക്ക് വെക്കുന്നു, മറ്റേ സൈഡിൽ ഹോംവർക്ക് ചെയ്യുന്നു, എല്ലാം കൂടി ചെയ്യാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് 1 by 1 കംപ്ലീറ്റ് ചെയ്തിട്ട്
പോവുക. അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒറ്റൊന്ന് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെർഫെക്ഷന് ഒരു 40% എങ്കിലും കുറവായിരിക്കും നമ്മൾ മൾട്ടി ടാസ്കിങ്ങിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ ടാസ്കുകൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അത് മുഴുവൻ പ്രയോറിറ്റൈസ് ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കി 1 by 1 കംപ്ലീറ്റ് ചെയ്ത് പോവുക. അവോയ്ഡ് ചെയ്യുക എന്ത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഈ ടൈം മാനേജ്മെന്റ് സ്കിൽ കുറവുള്ള കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ എക്സാം ടൈമിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. അത് കാരണം അവരുടെ മാർക്കിനെ അത് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാം ടൈമിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും മെയിൻ എക്സാം എന്ത് എക്സാം ആണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ഒരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ടീച്ചർ പറയുകയാണ് നാളെ ഒരു 20 മാർക്കിൻ്റെ എക്സാം ഞാൻ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഏകദേശം ഊഹിക്കാം ആ ഒരു ടീച്ചറുടെ പാറ്റേൺ അനുസരിച്ച് അതിനകത്ത് ഒരു 5 എണ്ണം എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, 2 മാർക്കിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കാം, പിന്നെ ഉള്ളത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിപ്പോൾ മെയിൻ എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിനാണെങ്കിലും നമ്മൾ എത്ര സമയമുണ്ട് നാളത്തെ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമിന് എത്ര സമയമുണ്ട്, എത്ര മാർക്കിൻ്റെ എക്സാമാണ്, ഇത് രണ്ടും നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു 3-4 തവണയെങ്കിലും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം നമുക്കറിയാം എത്ര സമയം എടുക്കുന്നുണ്ട് ഞാൻ എക്സാം എഴുതാൻ, എനിക്ക് കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ, എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ ആ പേപ്പറിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സബ്ജക്ട് നോളജ് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും, നമുക്ക് എത്രത്തോളം പഠിച്ചു എന്നും മനസ്സിലാവാൻ പറ്റും. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര മാർക്ക് ഉണ്ടെന്ന് അതിനകത്ത് ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ടൈം അലോട്ട് ചെയ്യാൻ. ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ 1 മിനിറ്റിലധികം കൊടുക്കരുത്. കാരണം നമുക്ക് 10 മാർക്കിൻ്റെ എസ്സേസും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, കൂടുതൽ മാർക്കിൻ്റെ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അവസാനം ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാണ്ട് റിഗ്രറ്റ് ചെയ്ത് ഇറങ്ങി വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ മുഴുവൻ ആൻസേഴ്സ് ഫസ്റ്റ് എഴുതി പോവുക. അറിയാത്തത് കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം ചിന്തിച്ചാൽ ഇരുന്ന് കിട്ടും എന്നുറപ്പുള്ളത് നമ്മൾ വീണ്ടും ഇരുന്നിട്ട് എഴുതുക. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ചെറിയ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എക്സാമിൻ്റെ ലാസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ബാക്കി വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ആ 10 മിനിറ്റ് നമ്മൾ എഴുതി മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കുറേ മിസ്റ്റേക്സ് കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്തെങ്കിലും സൈൻ ഇട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ എറേഴ്സ് നമുക്കിങ്ങനെ ആ ഒരു 10 മിനിറ്റ് നമ്മൾ ലാസ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് ബാക്കി വരുന്ന രീതിയിൽ വേണം നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു.